നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതേവരെ ഒരു വിജയം നേടാനായിട്ടില്ല. ഇവാൻ ഫെറാൻഡോ എന്ന പരിശീലകനെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതേവരെ ഒരു വിജയം നേടാനായിട്ടില്ല എന്നീ കണക്കുകൾ ഒക്കെ മുന്നിൽ നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മധ്യനിരയിലെ മജീഷ്യൻ എഡ്രിയൻ ലൂണയില്ലാതെ കൊൽക്കത്തയിൽ പോയി അതേ ഇവാൻ ഫെറാൻഡോ പരിശീലിപ്പിക്കുന്ന മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടുമ്പോൾ ഭയവും ടെൻഷനും ഒക്കെ കാണേണ്ടിയിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ബോഡി ലാംഗ്വേജിലായിരുന്നുവെങ്കിൽ ഇതൊക്കെ ഇന്നലെ കാണാനായത് ഇവാൻ ഫെറാൻഡോയുടെയും സംഘത്തിൻ്റെയും ബോഡി ലാംഗ്വേജിലായിരുന്നു. തുടർച്ചയായ 2 മത്സരങ്ങൾ അമ്പേ പരാജയം ഏറ്റുവാങ്ങി നിൽക്കുന്ന ഫെറാൻഡോയ്ക്കും സംഘത്തിനും നന്നായി അറിയാമായിരുന്നു ബ്രേക്കിന് മുന്നേയുള്ള ഈ അവസാന മത്സരം വിജയിക്കാനായില്ല എങ്കിൽ ബ്രേക്ക് കഴിഞ്ഞു വരുമ്പോൾ മുഖങ്ങൾ പലതും മാറുമെന്നത്. അതിൻ്റെ എല്ലാ പിരിമുറുക്കങ്ങളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് താരങ്ങളിൽ കാണാനായപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവനിരയുൾപ്പെടെ തകർത്താടിയ മത്സരം ദിമിത്രിയോസ് ഡയമൻഡക്കോസിൻ്റെ തകർപ്പൻ ഗോളിൽ വിജയിച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്ത കീഴടക്കിയതെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ തുടർച്ചയായ 3 തോൽവികളായി മാറുന്നു ഇവിടെ. ഇതോടെ കഴിഞ്ഞ മത്സരത്തിൽ കേട്ടതിനേക്കാൾ ഉറക്കെ കേട്ടു ഗോ ബാക്ക് ഫെറാൻഡോ എന്ന വിളികൾ ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ടിൽ. നാണക്കേടിൻ്റെ പുതിയ കുപ്പായമണിഞ്ഞ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പരിശീലക കുപ്പായമണിയാൻ ബ്രേക്ക് കഴിഞ്ഞെത്തുമ്പോൾ ഇവാൻ ഫെറാൻഡോയ്ക്ക് കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.